സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് കാരുണ്യമായി സ്നേഹമായി നമ്മുടെ കൂടെ അൾത്താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ അങ്ങയുടെ ഒപ്പമായിരുന്നു കൊണ്ട്, അങ്ങയുടെ കാരണം യാചിച്ചുകൊണ്ട് ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് സമർത്ഥമായി ഏറ്റെടുക്കണമേ. പാപം മൂലം നിൻ്റെ വലിയ കൃപ നഷ്ടപ്പെടുത്തി നിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയ ഞങ്ങളെ താവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. താവേ, ലോകം മുഴുവൻ്റെ മേലും കാൽവരിയിൽ നീ അർപ്പിച്ച ബലിയുടെ വലിയ യോഗ്യതയാൽ, നീ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തത്തുള്ളികളുടെ യോഗ്യതയാൽ താവേ, നിൻ്റെ കാരുണ്യം ചൊരിഞ്ഞ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. താവേ, 3 മണി സമയം കർത്താവിൻ്റെ കരുണ ധാരാളമായിരുന്ന മനുഷ്യവംശത്തിലേക്ക് ഒഴുകുന്ന സമയമാണ്. അത്രമാത്രം വലിയ ബോധ്യത്തോടെ അവർ വലിയ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ലോകം മുഴുവനെയും നിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ആരാധനയുടെ സമയം കർത്താവിൻ്റെ കൃപ ധാരാളമായി നമുക്ക് ലഭിക്കുന്ന സമയമാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന വലിയ കരുണ അത് ലഭ്യമാക്കുവാനായിട്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ആ ഒരു വലിയ സത്യം. 3 മണി സമയം കർത്താവിൻ്റെ കരുണ ലോകമെമ്പാടുമുള്ള സകലരിലേക്കും ഒഴുകുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ദൈവകരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ കാരുണ്യം നിറയും എന്ന് കർത്താവെ നീ വെളിപ്പെടുത്തി. ആ ഒരു വലിയ ബോധ്യത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ചും, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ തുടക്കഭാഗം തന്നെ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക. നമ്മുടെയൊക്കെ മാനുഷിക ചിന്താഗതികൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ സുവിശേഷത്തിൽ പറയുന്ന കാര്യം അത് സുവിശേഷ ഭാഗ്യങ്ങളാണ് എന്നാണ്. അവിടെ പറയുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ലോകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്മളതിനെ കാണുമ്പോൾ അതിലൂടെ മനസ്സിലാക്കുന്നത് പലപ്പോഴും അതിനെ കഴിവുകേടായിട്ട്, കഴിവില്ലാത്തൊരവസ്ഥയായിട്ട്, ഒരു ബലഹീനതകളൊക്കെ ആയിട്ടൊക്കെ പലപ്പോഴും അതിനെ കാണാൻ സാധിക്കും. സുവിശേഷത്തിൽ
ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഈശോ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ കരുണയുടെ ജീവിതമാക്കി മാറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കരുണ ലഭിക്കും എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ടും വചനം നമ്മളെ പഠിപ്പിക്കുക. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒരു കോംപ്രമൈസും നടത്താതെ പറഞ്ഞിരുന്ന ചില പ്രബോധനങ്ങളാണ്. വളരെ അത്രമാത്രം വലിയ ബോധ്യത്തോടെ തൻ്റെ പിതാവിൽ നിന്ന് ശ്രവിച്ച ഓരോ കാര്യങ്ങളും ഈ ലോകത്തെ അറിയിച്ചപ്പോൾ അതിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെയൊക്കെ മുമ്പിൽ ദൈവം ഒരു വലിയ സാധ്യത നമുക്ക് തുറന്നു തരികയാണ്. നമുക്ക് എപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, എപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താം എന്നുള്ളത് കൃത്യമായിട്ടും ഈശോ പഠിപ്പിക്കുകയാണ്. നമുക്ക് എന്തായി തീരാൻ പറ്റും, എങ്ങനെയുള്ളവരായി തീരാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈശോ പഠിപ്പിക്കുക. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു വചനഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് 5-ാം അധ്യായത്തിൽ 48-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവൻ. അവിടെയും പറഞ്ഞു വയ്ക്കുന്ന കാര്യം നമ്മുടെ മുമ്പിലേക്കുള്ള വലിയ സാധ്യതകൾ കർത്താവ് നമുക്ക് തുറന്നു തരികയാണ്. വീണ്ടും നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് 14-ാമത്തെ തിരുവചനത്തിൽ, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈശോ ആദ്യം പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. തുടർന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം, ഈശോ തൻ്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ വാഗ്ദാനമായ ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നമുക്കറിയാം സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നത് ഈശോ തന്നെയാണ്. ഇത്രമാത്രം മനുഷ്യവംശത്തോട് ദൈവം കാണിച്ച, പിതാവായ ദൈവം കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് യേശു ക്രിസ്തു. ഈശോയെ നമുക്ക് ലഭിച്ചു എന്നതാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോയുടെ പ്രബോധനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ. ആ ഒരു കരുണ, ഈശോ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വേദനിക്കുന്ന മനുഷ്യവംശത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി, അവരുടെ മേൽ കരുണ തോന്നി, അവരെ സഹായിക്കുന്ന ഈശോയാണ്. സ്വന്തം പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി ഒന്നും അത്ഭുതങ്ങൾ ചെയ്തവനല്ല. തൻ്റെ പ്രിയപ്പെട്ട ജനം ഇത്രമാത്രം വേദനകളിലൂടെ കടന്നു പോകുന്നു, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി അവരോട് അനുകമ്പയോടെ പെരുമാറുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ അത് പൂർത്തിയാക്കുമ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറയുമ്പോൾ കരുണയുടെ ദാതാവായ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് എപ്രകാരം നമുക്ക് കരുണ കാണിക്കാൻ പറ്റുമെന്നാണ്. സഹോദരരോട് ക്ഷമിക്കാനൊക്കെ പഠിപ്പിച്ച ദൈവം കുരിശിൽ കിടന്നുകൊണ്ട് അത്രമാത്രം തന്നെ മുറിവേൽപ്പിച്ചവരെ, കുത്തിനോവിച്ചവരെ, തൻ്റെ കൈകളിലേക്കും കാലുകളിലേക്കും കാരിരുമ്പ് ആണികൾ തുളച്ച് കയറ്റിയവരോടൊക്കെ കുരിശിൽ കിടന്നുകൊണ്ട് ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ഈശോ അവരോട് ക്ഷമിച്ചു. താൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളിലും വെള്ളം ചേർക്കുവാനായിട്ട് സകല സാധ്യതകളും ഉണ്ടായിരുന്നപ്പോഴും തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് പൂർണ്ണമായി തന്നെ സമർപ്പിക്കുകയും ആ ഒരു പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പരാതികൾ എന്താ? അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, അല്ലെ അവളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല.
അവൾക്ക് എന്നോട് സ്നേഹമില്ല. അവൾ ചെയ്ത കാര്യങ്ങളും അല്ലെ അവൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഞാൻ ഓർക്കുമ്പോൾ അവനോട് ആര് ക്ഷമിക്കും? എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ നമ്മൾ നെഗേറ്റ് ചെയ്യുകയാണ്. ഈശോ കാണിച്ചു തന്ന മാതൃകകളൊക്കെ അതൊക്കെ ഒരു പഴവാക്കായിട്ട് മാറ്റി വെച്ചിട്ട് എൻ്റെ സ്വന്തം ആഗ്രഹമനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തായി തീരാൻ പറ്റും, എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ കരുണയുള്ളവനായി ജീവിക്കാൻ പറ്റും എന്നുള്ള ആ വലിയ സാധ്യത ഞാൻ തള്ളിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് 3 മണി സമയം. കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി ഇത്രമാത്രം കഠിനമായ പീഡകൾ സഹിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ചൊരിയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും പ്രകാരമുള്ള കരുണയുടെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മൾ നടത്താൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെല്ലാം ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈശോയുടെ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആ മനോഭാവം എന്താണ്? കരുണയുടെ മനോഭാവമാണ്, സ്നേഹത്തിൻ്റെ മനോഭാവമാണ്. മറുതലിച്ച് നിൽക്കുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, കർത്താവേ, കരുണയുടെ ജീവിതങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. നീ ആഗ്രഹിക്കുന്നത് പോലെ സ്വയം വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് പോലും ശത്രുക്കളോട് പോലും ക്ഷമിക്കാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കാൻ, കരുണയുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറുവാൻ കർത്താവേ നിൻ്റെ വലിയ കൃപ തരണം. ഞങ്ങളുടെയൊക്കെ കഴിവുകളിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്കത് സാധ്യമല്ല. കർത്താവേ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ഒരു വലിയ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. നമ്മൾ പറയാറുള്ള കാര്യമാണ്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാനെങ്കിൽ ശരണപ്പെടും. കാരണം കർത്താവിലല്ലാതെ മറ്റാരിലും നമുക്ക് അഭയമില്ല. കർത്താവിൽ ആശ്രയം വയ്ക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ശക്തിയാർജിക്കും. വീണാലും എഴുന്നേൽക്കാനായിട്ടുള്ള വലിയ ഒരു പ്രചോദനവും അതുപോലെ തന്നെ ശക്തിയും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കപ്പെടണം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം, സ്നേഹമുള്ള ദൈവം ഇതായി അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കും. നമ്മെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഇതാ ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും സമർത്ഥമായിട്ട് നിൻ്റെ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. രോഗികളായിട്ടുള്ളവരും ശാരീരികവും മാനസികമായ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ചു. കർത്താവെ, മനുഷ്യരിലല്ല അങ്ങിലാണ് ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നതെന്ന വലിയ ബോധ്യത്തോടെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയം വയ്ക്കുന്നു, കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുട്ടിൽമേലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.